നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കാനുള്ള ഒരാളായിരുന്നു ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതേപോലെ തന്നെ റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കാനുള്ള ഒരാളാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതായത് നിങ്ങൾ നോക്കുക, നമ്മുടെ ഒരു ഫംഗ്ഷൻ മാക്സിമം ആകുമ്പോൾ ആ ഫംഗ്ഷന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയായിരിക്കും. മാക്സിമം ആകുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചറിലായിരിക്കും സംഭവിക്കുന്നത്. ഈ ഒരു പോയിന്റ് x0 ആയിക്കോട്ടെ, x0 എന്ന പോയിന്റ്. ഈ ഒരു പോയിന്റില് മാക്സിമം സംഭവിച്ച സ്ഥാനത്ത് നിങ്ങൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി അത് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഫ് ഡാഷ് ഓഫ് x0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിൽ സംശയം വേണം. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേ പോയിന്റില് ഈ ഫംഗ്ഷൻ കോൺകേവ് ഡൗൺ ആയിരിക്കും. താഴേക്കായിരിക്കും കോൺകേവിറ്റി. അതുകൊണ്ട് തന്നെ അവിടെ എഫ് ഡബിൾ ഡാഷ് x0 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയി. എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയി. അതായത് ഈ ഒരു പോയിന്റിൽ മാക്സിമം സംഭവിക്കണമെങ്കിൽ, റിലേറ്റീവ് എക്സ്ട്രീമം സംഭവിക്കണമെങ്കിൽ ഓബ്വിയസ്ലി ആദ്യത്തെ കണ്ടീഷൻ എഫ് ഡാഷ് x0 0 ആയിരിക്കണം. അതേസമയം എഫ് ഡബിൾ ഡാഷ് x0 എന്ന് പറയുന്നത് 0 ചെറുതായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എങ്കിൽ ആ ഒരു പോയിന്റിൽ മാക്സിമം സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. നൗ നിങ്ങൾ മിനിമത്തിന്റെ ഒരു പോയിന്റ് ആണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. മിനിമം സംഭവിക്കുന്നത് ഈ ഒരു ഷേപ്പിലൂടെയാണ്. നിങ്ങൾ ഈ ഒരു മിനിമത്തിന്റെ പോയിന്റില് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി അത് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. അതായത് എഫ് ഡാഷ് ഓഫ് x0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ അതേ പോയിന്റിൽ കോൺകേവിറ്റി മുകളിലേക്കാണ്, കോൺകേവ് അപ്പ് ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോ മാക്സിമം സംഭവിക്കാനും മിനിമം സംഭവിക്കാനും ആദ്യത്തെ കണ്ടീഷൻ എഫ് ഡാഷ് ഓഫ് x0 0 ആയിരിക്കണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കേട്ടോ. എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 നെഗറ്റീവ് ആകുമ്പോൾ മാക്സിമം, പോസിറ്റീവ് ആകുമ്പോൾ മിനിമം. എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 നെഗറ്റീവ് ആകുമ്പോൾ മാക്സിമം, പോസിറ്റീവ് ആകുമ്പോൾ മിനിമം. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 എഫ് ഡാഷ് ഓഫ് x0 0 ആയെന്ന് വിചാരിക്കുക. രണ്ട് 0 ആയി. എഫ് ഡാഷ് ഓഫ് x0 എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 0 ആയി. അങ്ങനെയാണെങ്കിൽ ഈ ടെസ്റ്റ് വെച്ചിട്ട് നമുക്കൊന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റൂല. ദ ടെസ്റ്റ് ഇസ് ഇൻകൺക്ലൂസീവ്. ഈ ടെസ്റ്റ് വെച്ചിട്ട് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ഈ ടെസ്റ്റ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും, എപ്പോഴും നടക്കും എന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ചില സമയങ്ങളിൽ ടെസ്റ്റ് തന്നെ ഫെയിൽ ആവാറുണ്ട്, ടെസ്റ്റിൽ നിന്ന് ഒരു കൺക്ലൂഷൻ കിട്ടാതാവാറുണ്ട്. അത് സാരമാക്കണ്ട. നിങ്ങളുടെ ടെക്സ്റ്റില് അത് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. അതങ്ങനെ കൃത്യമായി കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ശരി, ഇനി നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. Suppose that a function f is twice differentiable at a point x0. രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം എങ്കിലല്ലേ എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഫംഗ്ഷൻ എഫ് ട്വൈസ് ഡിഫറൻഷിയബിൾ ആയിരിക്കണം, രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. എഫ് ഡാഷ് ഓഫ് x0 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് മിനിമം, പോസിറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മിനിമം. എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് മാക്സിമം. ഡബിൾ ഡാഷ് ഓഫ് x0 ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് മാക്സിമം. ഇനി രണ്ടുപേരും 0 ആണെങ്കിൽ ദ ടെസ്റ്റ് ഇസ് ഇൻകൺക്ലൂസീവ്.
ടെസ്റ്റ് ഇസ് ഇൻകൺക്ലൂസീവ്. ഈ ടെസ്റ്റിൽ നിന്ന് ഒരു കൺക്ലൂഷനും ഇല്ല. എക്സ് നോട്ട് ചിലപ്പോൾ പോസിറ്റീവ് ആകാം, എക്സ് നോട്ട് ചിലപ്പോൾ നെഗറ്റീവ് ആകാം, അല്ല നെഗറ്റീവ് എന്ന മാക്സിമം ആകാം, മിനിമം ആകാം, ഇല്ലെങ്കിൽ ഇത് രണ്ടും ആകാതെ ഇരിക്കാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. The test is inconclusive. And this is second derivative test. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. അതായത് നമുക്ക് റിലേറ്റീവ് എക്സ്ട്രീമാസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x raised to 5 minus 5x cube. ഈ ഫംഗ്ഷന്റെ റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കണം, അതായത് റിലേറ്റീവ് മാക്സിമയും റിലേറ്റീവ് മിനിമയും. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അറിയാം ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ. ഡിഫറൻഷ്യബിൾ അല്ല എങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയ പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നു? പറ്റും, ഒരു പ്രശ്നവുമില്ല. ഇതൊരു പോളിനോമിയൽ ആണ്, നമുക്ക് കൃത്യമായി ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ എഫ് ഡാഷ് ഓഫ് എക്സ് എടുത്തു. Therefore, this is equal to 3 into 5 into x raised to 4 minus 5 into 3 into x squared. 3 into 5, 15 into x raised to 4 minus 5 into 3, 15 into x squared. F dash of x കിട്ടി. കൈയോടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. 15 into 4, 60 x cube minus 15 into 2, 30x. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ 30x കോമൺ എടുക്കുന്നു. 30x കോമൺ എടുക്കുമ്പോ എനിക്ക് കിട്ടുന്നത് 2x സ്ക്വയർ മൈനസ് 1. ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ 15x സ്ക്വയർ കോമൺ എടുക്കാം. 15x സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ കിട്ടുന്നത് x സ്ക്വയർ മൈനസ് 1. എത്ര ഇവിടെ ഇരിക്കട്ടെ. എഫ് ഡാഷ് ഓഫ് എക്സ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അതായത് 15x സ്ക്വയർ ഇൻറ്റു x സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. ഇത് 0 ആവണമെങ്കിൽ ഒന്നുകിൽ x സ്ക്വയർ 0 ആവണം, അല്ലെങ്കിൽ x സ്ക്വയർ മൈനസ് 1 0 ആവണം. അതായത് x സ്ക്വയർ 0 ആവുക എന്ന് വെച്ചാൽ x 0 ആണ്. x സ്ക്വയർ ഈക്വൽ ടു 1, ദാറ്റ് ഇസ് x is equal to പ്ലസ് ഓർ മൈനസ് 1. അതായത് നമുക്ക് 3 ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. x is equal to 0, x is equal to 1, x is equal to minus 1. ഇവിടെയൊക്കെയാണ് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്നത്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ അകത്ത് ഇവരെ എല്ലാവരും എടുത്തു കൊടുക്കുക. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അനലൈസ് ചെയ്യുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങൾ ആലോചിക്കണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നമ്മൾ വീണ്ടും നമ്പർ ലൈൻ വരച്ചതിന് ശേഷം അതിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള വാല്യൂ എഫ് ഡാഷ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിലെ ഈ വാല്യൂസ് എല്ലാം ഡയറക്റ്റ് ആയി നമുക്ക് കൊടുക്കാം. അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 നിങ്ങൾ ഇവിടെ 0 കൊടുക്കുകയാണെങ്കിൽ 30 into 0 മൈനസ് ഇൻറ്റു 2 into 0 മൈനസ് 1 0. ഡബിൾ ഡാഷ് ഓഫ് 0 ആണ്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്താണ് സംഭവിച്ചത് നോക്കാം. 1 കൊടുക്കുമ്പോ 30 into 1 into 2 into 1 square, that is 1 minus 1, that is 30 positive. F double dash of minus 1, 30 into minus 1 minus 30, 2 into minus 1 square, 2 minus 1, that is equal to minus 30 less than 0. അതായത് x equal to 1 പോസിറ്റീവ് ആണ് കിട്ടിയത്. therefore
പോസിറ്റീവ് ആണ് കിട്ടിയത്. therefore റിലേറ്റീവ് മിനിമം. അതേസമയം എക്സ് ഈക്വൽ ടു -1 നെഗറ്റീവ് ആണ് കിട്ടിയത്. അപ്പോൾ റിലേറ്റീവ് മാക്സിമം എക്സ് 0 കൊടുത്തപ്പോ 0 ആണ് കിട്ടിയത്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇൻകൺക്ലൂസീവ്. നമുക്ക് യാതൊന്നും അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ പോയിന്റിൽ ചുമ്മാ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അതായത് ഞാൻ ഈ നമ്പർ ലൈൻ വരച്ചിട്ട് 0 മാർക്ക് ചെയ്തതിനു ശേഷം 0യുടെ അപ്പുറത്തൊരു പോയിന്റ് ഇപ്പുറത്തൊരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്. ഞാൻ ബുദ്ധിപരമായി -1ഉം 1ഉം ആണ് എടുക്കുന്നത്. -1ഉം 1ഉം എടുക്കുന്നു. ആരെ വേണം എടുക്കാനും. -1ഉം 1ഉം എടുത്തു. ആർക്ക് തെറ്റ് പറയാൻ പറ്റും? നിങ്ങളിപ്പോ എഫ് ഡാഷ് ഓഫ് -1 കണ്ടുപിടിക്കുക. നോക്കണം, എഫ് ഡാഷിലാണ് -1 കൊടുക്കേണ്ടത്, എഫിലല്ല. എഫ് ഡാഷ് ഓഫ് -1 കൊടുക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അറിയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ എഫ് ഡാഷിലാണ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുന്നത്. നിങ്ങളുടെ എഫ് ഡാഷ് താഴെ കിടക്കുന്നു. എഫ് ഡാഷ് അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 15 ഇൻറ്റു -1² 1, 1² -1 0 കിട്ടും. 0 കിട്ടും. അതേപോലെ നമ്മൾ 2 കൊടുക്കുകയാണെങ്കിലും 1 കൊടുക്കുകയാണെങ്കിലും 0 കിട്ടും. 1² -1 0 കിട്ടും. അപ്പൊ 1 കൊടുത്താൽ നമ്മൾ ചുറ്റിപ്പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് 2 കൊടുക്കാം കേട്ടോ. 2 കൊടുക്കാം. ഇങ്ങനത്തെ അവസ്ഥകളുണ്ടാവും. 0 ആയാൽ നമുക്ക് നെഗറ്റീവോ പോസിറ്റീവോ ആയാൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും 0 കൊടുത്തു. 0 അല്ല, 2ഉം -2 കൊടുത്തു. എഫ് ഡാഷ് ഓഫ് -2 15 ഇൻറ്റു -2² ഇൻറ്റു -2² -1. 15 ഇൻറ്റു -2² ഇൻറ്റു -2² -1. Therefore, this is equal to 15 into -2 square. 15 into 4, that is 60. Into 4 minus 3. 4 minus 3. 4 minus 1, 3. Positive. Ini F double dash of 2. 15 into 2 square into 2 square minus 1. Again 60 into 3. പോസിറ്റീവ്. അതായത് 0യുടെ ഇടതും വലതും സൈൻ ചേഞ്ച് ഇല്ല. ഇടതും വലതും സൈൻ ചേഞ്ച് സംഭവിക്കുന്നില്ല. സൈൻ ചേഞ്ച് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഇത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൊണ്ട് പറയാനും പറ്റുന്നില്ല. അതായത് 0യിൽ എന്തോ പ്രത്യേകത സംഭവിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് അറിഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, 0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. കാരണം ഡെറിവേറ്റീവ് 0 ആവുന്നുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്നുണ്ട്. ഇനി പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആയാലും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൊടുക്കുമ്പോഴായാലും 0യിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഇൻകൺക്ലൂസീവ് ആണ്. എഫ് ഡബിൾ ഡാഷ് 0യിൽ 0 ആയതുകൊണ്ട് തന്നെ അവിടെ കോൺകേവിറ്റി ചേഞ്ച് ആവുന്നു. കോൺകേവ് അപ്പിൽ നിന്ന് കോൺകേവ് ഡൗണിലേക്ക് മാറുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം എഫ് ഡബിൾ ഡാഷ് 0 ആണല്ലോ. അപ്പൊ അതെന്തായിരിക്കും, ഒരു എന്ത് പോയിന്റ് ആയിരിക്കും? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി an inflection point. പക്ഷെ അത് മാക്സിമം മിനിമം ആവുന്നില്ല. ഓക്കെ, നമുക്ക് ഈ ഫിഗർ എന്തായാലും ഒന്ന് വരച്ചു നോക്കാം. സ്ക്വയർ
നോക്കൂ, ഇതാണ് സംഭവിക്കുന്നത്. ഫംഗ്ഷൻ സംഭവിക്കുന്നത് ഇതാണ്. -1 എക്സ്ട്രീമം സംഭവിക്കുന്നു, 1 എക്സ്ട്രീമം സംഭവിക്കും. പക്ഷേ 0 സംഭവിച്ച എന്താണെന്ന് നോക്കൂ. ഇവിടുന്ന് ഡിക്രീസിങ് ആണ്, വീണ്ടും ഡിക്രീസിങ് തന്നെ. അതായത് ഇവിടെ മാക്സിമം സംഭവിക്കുന്നില്ല. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തെറ്റിപ്പോയത് അതുകൊണ്ടാണ്. ഇവിടെയും പോസിറ്റീവ് f' പോസിറ്റീവ്, ഡിക്രീസിങ്. f' പോസിറ്റീവ് വരാൻ പാടില്ലായിരുന്നു. സോറി, നമ്മൾ ഇങ്ങറ്റത്ത് കൊടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് ഇടയിൽ കൊടുക്കണമായിരുന്നു. സാരമില്ല. എന്തായാലും സൈന് വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ പോയി. അപ്പൊ ഇൻകൺക്ലൂസീവ് ആണ്. അടുത്ത ഇവിടെ നിന്ന് മുകളിലേക്ക് പോയപ്പോ ഇൻക്രീസിങ് ആണ്. ഇവിടെ 0 ആയി. റൂട്ടാണ് റൂട്ടാണ്. അപ്പൊ അവർ പറഞ്ഞ ശരിയാണ്, എക്സ്ട്രീം ആണ്. 0 ഒന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ മാക്സിമം അല്ല മിനിമം, അതുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. മാക്സിമം അല്ല മിനിമം അല്ല. ഡൺ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ശരി. അപ്പോ ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്. നമ്മൾ ഇതിൽ ഒരുപാട് പ്രോബ്ലം ചെയ്യും, പേടിക്കണ്ട. ഇതിലിപ്പോ എന്തായാലും കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഒരു കൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ നല്ലൊരു പ്രോബ്ലം ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, the geometric interpretation of the geometric implication of geometric implication of multiplicity. ഓക്കെ, മൾട്ടിപ്ലിസിറ്റി. എന്താണ് മൾട്ടിപ്ലിസിറ്റി? വളരെ സിമ്പിൾ ആയ ഒരു കൺസെപ്റ്റ് ആണ് മൾട്ടിപ്ലിസിറ്റി. അതായത് നമ്മുടെ കയ്യിൽ ഒരു പോളിനോമിയൽ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. പോളിനോമിയൽ ഓഫ് ഡിഗ്രി n has at most n solutions. പോളിനോമിയൽ ഓഫ് ഡിഗ്രി n കൂടിപ്പോയാൽ n സൊല്യൂഷൻ ഉണ്ടാവും. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 സൊല്യൂഷൻ വരെ ഉണ്ടാകാം, തേർഡ് ഡിഗ്രി ഇക്വേഷന് 3 സൊല്യൂഷൻ വരെ ഉണ്ടാകാം, ഫോർത്ത് ഡിഗ്രി ഇക്വേഷന് 4 സൊല്യൂഷൻ വരെ ഉണ്ടാകാം, ആൻഡ് സോ ഓൺ. 4 സൊല്യൂഷൻ ഉണ്ടെന്നല്ല കേട്ടോ, 4 സൊല്യൂഷൻ വരെ ഉണ്ടാകാമെന്ന്. ചിലപ്പോ കുറയാം, അത് കൂടില്ല എന്നുള്ളതാണ് ഉറപ്പ്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ചില പോളിനോമിയൽ x-1 into x-1 into x-3 നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 3 സൊല്യൂഷൻ ആണുള്ളത്. 3 സൊല്യൂഷൻ, x equal to 1, x equal to 1, x equal to 3. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 1 എന്ന് പറയുന്ന സൊല്യൂഷൻ 2 തവണ റിപ്പീറ്റ് ആയിട്ടുണ്ട്. 1 എന്ന് പറയുന്ന സൊല്യൂഷൻ 2 തവണ റിപ്പീറ്റ് ആയിട്ടുണ്ട്. 3 എന്ന സൊല്യൂഷൻ ഒറ്റ തവണ മാത്രം. ഇത് നിങ്ങൾ സംഭവിച്ച് കണ്ടിട്ടുള്ളതാണ്. ഒരു സൊല്യൂഷൻ തന്നെ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി വരിക. അങ്ങനെ എക്സ് എന്ന് പറയുന്ന സൊല്യൂഷൻ 2 തവണ റിപ്പീറ്റ് ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ x is a solution, x equal to 1 is a solution with a multiplicity 2. ഈ സൊല്യൂഷൻ 3 തവണ റിപ്പീറ്റ് ആയാൽ മൾട്ടിപ്ലിസിറ്റി 3. സൊല്യൂഷൻ 5 തവണ റിപ്പീറ്റ് ആയാൽ മൾട്ടിപ്ലിസിറ്റി 5 ആൻഡ് സോ ഓൺ. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിസിറ്റിയുടെ കൺസെപ്റ്റ്. അതേസമയം x ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഒറ്റ തവണ റിപ്പീറ്റ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് മൾട്ടിപ്ലിസിറ്റി 1. അതുകൊണ്ട് മൾട്ടിപ്ലിസിറ്റി 1. അപ്പൊ x ഈക്വൽ ടു 1 മൾട്ടിപ്ലിസിറ്റി 2, x ഈക്വൽ ടു 3 മൾട്ടിപ്ലിസിറ്റി 1. ഇത്രയോ?
ഇത്രേ ഉള്ളൂ. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സൊല്യൂഷൻ എത്ര തവണ ഒരു പോളിനോമിയൽ റിപ്പീറ്റ് ആവും, അതാണ് ആ സൊല്യൂഷന്റെ മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. ഇനി ഈ മൾട്ടിപ്ലിസിറ്റി സംഭവിക്കുമ്പോൾ ഒരു പ്രത്യേകത ഈ സൊല്യൂഷന് സംഭവിക്കും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു സൊല്യൂഷൻ സംഭവിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് എക്സ് ആക്സിസിനെ തൊടും. എക്സ് ആക്സിസിനെ തൊട്ടിരിക്കും. അതായത് സൊല്യൂഷൻ ഈ പോയിന്റിലാണെങ്കിൽ അത് എക്സ് ആക്സിസിനെ തൊട്ടിരിക്കും. അതിങ്ങനെ തൊടാം, ചിലപ്പോ താഴേന്ന് മുകളിലേക്ക് വന്ന് ഇങ്ങനെ തൊടാം, അല്ല എങ്കിൽ ഇവിടെ തൊടാം, ഇങ്ങനെ തൊടാം, അല്ല എങ്കിൽ ഇങ്ങനെ തൊടാം, വാട്ട് എവർ ഇറ്റ് ഇസ്. എന്തൊക്കെ വന്നാലും സൊല്യൂഷൻ വരുമ്പോ നിങ്ങളുടെ ഗ്രാഫ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്തിരിക്കും. സൊല്യൂഷൻ വരുമ്പോ നിങ്ങളുടെ ഗ്രാഫ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്തിരിക്കും. കാരണം y വാല്യൂ 0 ആവണമല്ലോ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, y വാല്യൂ 0 ആവണമല്ലോ, ഫംഗ്ഷന്റെ വാല്യൂ 0 ആവണമല്ലോ. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ എപ്പോഴാണോ ഉണ്ടാവുന്നത്, ഒരു പോളിനോമിയലിന് എപ്പോഴാണോ സൊല്യൂഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ റൂട്ട് ഉണ്ടാവുന്നത്, അയാള് എക്സ് ആക്സിസിനെ അതേസമയം ക്രോസ് ചെയ്തിരിക്കും. root of a polynomial happens when root of an equation happens when the graph crosses intersects process വേണ്ട, graph intersects x axis. എക്സ് ആക്സിസിനെ ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ടാവുന്നത്. എക്സ് ആക്സിസിനെ ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ടാവുന്നത്. ശരി, ഡൺ. ഇനി ഗ്രാഫിന്റെ സ്ട്രക്ചർ ആണ് നോക്കുന്നത്. സിമ്പിൾ റൂട്ട്സ്, അതായത് റൂട്ട്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1 ഉള്ള റൂട്ട്, മൾട്ടിപ്ലിസിറ്റി 1 ഉള്ള റൂട്ട് ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ സംഭവിക്കത്തുള്ളൂ. മൾട്ടിപ്ലിസിറ്റി 1 ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് അതങ്ങനെ ക്രോസ് ചെയ്ത് പോകും. വേറെ വലിയ ഡെക്കറേഷനുകളൊന്നും, ജസ്റ്റ് ഇങ്ങനെ തൊട്ടങ്ങ് പോകും. ക്രോസ് ചെയ്യും കേട്ടോ, ക്രോസ് ചെയ്യും. മേളിൽ നിന്ന് താഴേക്കോ താഴേന്ന് മേളിലേക്കോ വന്ന് എക്സ് ആക്സിസിനെ ഇങ്ങനെ ക്രോസ് ചെയ്യും. ഇതാണ് സിമ്പിൾ റൂട്ടുകൾക്ക് സംഭവിക്കുന്നത്. സിമ്പിൾ റൂട്ട് മൾട്ടിപ്ലിസിറ്റി 1 ആണെങ്കിൽ ഇത് സംഭവിക്കും. ഇനി അതേസമയം ഈവൻ മൾട്ടിപ്ലിസിറ്റി ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു കാണിച്ചു. നിങ്ങൾ നോക്കിക്കോ, മൾട്ടിപ്ലിസിറ്റി 2 ആണ്. ഈവൻ മൾട്ടിപ്ലിസിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലിസിറ്റി 2, 4, 6, 8 അങ്ങനെയുള്ള അവസരം. അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്ത് സംഭവിക്കും നോക്കുക. ഇത് എക്സ് ഈക്വൽ, അതായത് 2 മൾട്ടിപ്ലിസിറ്റി ആവുമ്പോൾ അത് ഇങ്ങനെ തൊട്ടങ്ങ് പോകും. ഇവിടെ കിട്ടിയ 2 മൾട്ടിപ്ലിസിറ്റി ആവുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ടു. നിങ്ങൾ നോക്കുക, ഒരിക്കലും എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നില്ല. അത് മുകളിൽ തന്നെ നിൽക്കുകയാണ്. എക്സ് ആക്സിസിനെ തൊട്ടിട്ട് മുകളിലോട്ട് തന്നെ പോകും. അല്ല എങ്കിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വരാം, ഇതാണ് ഈവൻ മൾട്ടിപ്ലിസിറ്റിയിൽ ഗ്രാഫിന്റെ ഒരു ഫിഗർ. അതായത് ഇവിടെ ചെയ്യുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് മറു സൈഡിലേക്ക് ക്രോസ് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. അതേ സൈഡിൽ തന്നെ വന്ന സൈഡിൽ തന്നെ തിരിച്ചു പോകും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഇതാണ് ഈവൻ മൾട്ടിപ്ലിസിറ്റി നടക്കുമ്പോൾ. അതായത് എക്സ് സ്ക്വയർ, അതായത് മൾട്ടിപ്ലിസിറ്റി 2, 4, 6, 8 എന്നൊക്കെ വരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് വലിയ ഡിഗ്രി, അതായത് മൾട്ടിപ്ലിസിറ്റി 4 ആണെന്ന് വിചാരിച്ചോ.
ഇവര് പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ എക്സ് ആക്സിസിൽ ഇങ്ങനെ വന്നിട്ട് കുറെ കൂടെ പതിഞ്ഞിങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് ഇങ്ങനെ കേട്ടോ. അതായത് എക്സ് ആക്സിസിന് കുറെ കൂടെ ഇങ്ങനെ ഒന്ന് ചേർന്ന് പോകും. അതായത് എക്സ് സ്ക്വയർ മൾട്ടിപ്ലിസിറ്റി 2 ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും പോകുന്നത്. പക്ഷെ മൾട്ടിപ്ലിസിറ്റി 4 ആണെങ്കിൽ കുറെ കൂടെ പതിഞ്ഞിട്ട് പോകും. അടുത്ത മൾട്ടിപ്ലിസിറ്റി 6 ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പതിയും. അതിനേക്കാൾ കൂടുതൽ പതിയും. 8 ആണെങ്കിൽ കൂടുതൽ പതിയും. എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ ഫിഗർ വരച്ച് കാണിച്ചു തരാം. ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത് സ്ക്വയറിന്റെ ഫിഗർ. അടുത്ത എക്സ് റൈസ് ടു 4ന്റെ ഫിഗർ. എക്സ് റൈസ് ടു 4ന്റെ ഫിഗർ. ഇനി എക്സ് റൈസ് ടു 6ന്റെ ഫിഗർ. എക്സ് റൈസ് ടു 8ന്റെ ഫിഗർ. ഓക്കെ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൾട്ടിപ്ലിസിറ്റി ഇവിടെ 2 ആണ്. എക്സ് സ്ക്വയറിന്റെ ഫിഗർ മൾട്ടിപ്ലിസിറ്റി 2 ആണ്. 0-ലാണ് റൂട്ട് വരുന്നത്. മൾട്ടിപ്ലിസിറ്റി 2 ആണ്. നിങ്ങൾക്ക് കാണാം മുകളിൽ നിന്ന് വന്നിട്ട് മുകളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ദാ ഇവിടെ ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടുണ്ട്. ഇനി അതേ സമയം അവിടെ നോക്കുകയാണെങ്കിൽ നേരത്തെ എക്സ് സ്ക്വയറിനേക്കാൾ മൾട്ടിപ്ലിസിറ്റി കൂടി 4 ആണ്. പക്ഷെ ഇപ്പോ അത് ആ തൊടുന്ന ആ ഒരു സ്ഥലം നോക്കൂ, ഇച്ചിരി കൂടെ ഒന്ന് പതിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ? ഇച്ചിരി കൂടെ ഒന്ന് പതിഞ്ഞ് തൊട്ടിട്ടാണ് പോയത്. അതാണ് എക്സ് സ്ക്വയറിൽ നിന്ന് ഇയാൾക്കുള്ള വ്യത്യാസം. ഇനി എക്സ് റൈസ് ടു 6 നോക്കൂ, ഇച്ചിരി കൂടെ പതിഞ്ഞു. റെഡ് കളറും ഓറഞ്ച് കളറും കൂടെ ഒന്ന് നോക്കുക. റെഡ് കളറും ഓറഞ്ച് കളറും കൂടെ നോക്കുക. ഇച്ചിരി കൂടെ ഒന്ന് പതിഞ്ഞ് വന്നിരിക്കുക. ഇനി അടുത്ത് വീണ്ടും നോക്കൂ, എക്സ് റൈസ് ടു 8 കുറെ കൂടെ പതിഞ്ഞു. അതായത് നമ്മുടെ എക്സ് സ്ക്വയറിന് എന്താണ് എക്സ് റൈസ് ടു 6-നേക്കാൾ വീണ്ടും ഒന്ന് പതിഞ്ഞാണ് ആര് വന്നിരിക്കുന്നത്? നമ്മളെ എക്സ് റൈസ് ടു 8 വന്നിരിക്കുന്നത്. എക്സ് റൈസ് ടു 8 വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസമാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ ഒരു വ്യത്യാസമാണ് നമുക്കവിടെ ഉണ്ടാകുന്നത്. മൾട്ടിപ്ലിസിറ്റി കാരണം ഗ്രാഫിന് ഉണ്ടാകുന്ന ചേഞ്ച് ഇതാണ്. ഈവൻ മൾട്ടിപ്ലിസിറ്റി ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് ആ റൂട്ട് എത്തുമ്പോ ഇങ്ങനെ ഒരു സ്വഭാവം കാണും. മനസ്സിലായോ? ഓക്കെ ആണോ? മനസ്സിലായി സർ. ഓക്കെ, ശരി. ഇനി അടുത്തത് നമുക്ക് ഈവൻ മൾട്ടിപ്ലിസിറ്റി നോക്കാം. ഈവൻ നോക്കിക്കഴിഞ്ഞ് ഇനി ഓഡ് മൾട്ടിപ്ലിസിറ്റി നോക്കാം. ഓഡ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിസിറ്റി 1 ആവുന്ന കാര്യം ഞാൻ പറഞ്ഞേ. സിമ്പിൾ റൂട്ട് പറഞ്ഞു. ഇനി മൾട്ടിപ്ലിസിറ്റി 3, 5, 7 ഒക്കെ ആവുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഈ മൾട്ടിപ്ലിസിറ്റി 3 ആകുമ്പോൾ ഉണ്ടല്ലോ, സിമ്പിൾ റൂട്ട് പോയതുപോലെ മുകളിൽ നിന്ന് താഴേക്കോ താഴെ നിന്ന് മുകളിലേക്കോ ഒക്കെ ആയിരിക്കും പോകുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷെ സിമ്പിൾ റൂട്ട് പോയതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തായിരിക്കില്ല പോകുന്നത്. എക്സ് റൈസ് ടു 3 ആവുമ്പോ അയാൾ ഇങ്ങനെ വന്നിട്ട് അതായത് മൾട്ടിപ്ലിസിറ്റി 3 ആവുമ്പോ ഇങ്ങനെ നിങ്ങൾ കണ്ടോ, കുറച്ചുകൂടെ സമയം എക്സ് ആക്സിസിൽ നിൽക്കുന്ന പോലെ നിൽക്കും. യഥാർത്ഥത്തിൽ നിൽക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് തന്നെയാണ് പോകുന്നത്, ഇല്ലെന്നല്ല. പക്ഷെ എങ്കിലും എക്സ് ആക്സിസിലേക്ക് കുറച്ചുകൂടെ നിൽക്കുന്ന പോലെ ഒന്ന് പതിഞ്ഞു പോകും. ഇനി എക്സ് റൈസ് ടു 5 ആണെങ്കിൽ വീണ്ടും ആ പതിഞ്ഞു പോകുന്നത് കുറച്ചുകൂടെ ഒന്ന് കൂടും. സത്യം പറഞ്ഞാൽ ഇവിടെ തൊടുന്ന ഒറ്റ തവണയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ആ ഒരു പതിയുന്നത് ഇത്തിരി കൂടെ കൂടുതൽ പതിഞ്ഞെന്ന് പോകും. അത്രേ ഉള്ളത്. എക്സ് ആക്സിനെ തൊടുകയല്ല, അവിടെ വെച്ചിട്ട് ഹൊറിസോണ്ടൽ പോലെയായി അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഹൊറിസോണ്ടൽ ആവുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. മൾട്ടിപ്ലിസിറ്റിയുടെ ഡിഗ്രി കൂടുന്തോറും ഈ ഒരു പതിയൽ അവർ കൂടും. ഈ ഒരു പതിഞ്ഞു പോകുന്നത് അവർ ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടുകയാണ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം.
നമുക്ക് ഫിഗർ തന്നെ നോക്കാം. ഞാൻ ഇവിടെ തന്നെ എഡിറ്റ് വരുത്തുകയാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് x⁻³ ആക്കുകയാണ്. x⁻⁵, x⁻⁷ and x⁻⁹. ഇതാ നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് x⁻². ഇനി വേണമെങ്കിൽ ഒരാളെയും കൂടെ ആഡ് ചെയ്യാം. എക്സ് എന്ന് പറയുന്ന ആളെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, സിമ്പിൾ റൂട്ടാണ്. എക്സിന് √1 ആണല്ലോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് പോകുന്ന നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അതിനെ ടച്ച് ചെയ്ത് പോകും. സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആവണമെന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് സിമ്പിൾ ആയിട്ട് അവരങ്ങ്. ഇനി അടുത്ത x³ ആവുമ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അത് ജസ്റ്റ് ആ 0യുടെ അവിടെ അല്ലെങ്കിൽ അതിന്റെ റൂട്ടിന്റെ അവിടെ പതിഞ്ഞു പോവുകയാണ്. പക്ഷെ നിങ്ങൾ എത്ര സൂം ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ മാത്രമേ അത് ടച്ച് ചെയ്യുന്നു. ആ 0യിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് തോന്നുന്നതാണ്. വേണമെങ്കിൽ ഞാൻ വീണ്ടും സൂം ചെയ്ത് കാണിച്ചു തരാം. ശരി, ഇതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത് കാണുമ്പോൾ വിചാരിക്കും പോയിന്റ് ഫോറില് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ടച്ച് ചെയ്തിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ ഞാൻ ആ പോയിന്റ് 4ന്റെ ആ ഒരു ഭാഗം മാത്രം ഒന്ന് സൂം ചെയ്യുകയാണേ. പോയിന്റ് 4ന്റെ ഭാഗം ഇല്ല, അതാ കണ്ടോ, അവിടെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് തോന്നും ശരി, അങ്ങനെയാണെങ്കിൽ പോയിന്റ് 2ന്റെ അവിടെ ചിലപ്പോൾ ടച്ച് ചെയ്യുന്നുണ്ടാവും. പോയിന്റ് 2ന്റെ അവിടെ, അല്ലെങ്കിൽ അവിടെ പോയിന്റ് 1, സംശയം നോക്കിക്കളയാം. പോയിന്റ് 1ന്റെ അവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നിക്കളയാം. പോയിന്റ് 1 തന്നെ തേടി പോവാം. പോയിന്റ് 1 ശ്രദ്ധിക്കുക, പോയിന്റ് 1ന്റെ അവിടെ ടച്ച് ചെയ്യുന്നില്ല. ഗ്യാപ്പ് ഉണ്ട്. അതായത് നമുക്ക് തോന്നുന്നതാണ് കേട്ടോ, നമുക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ തോന്നുന്നതാണ്. അവിടെ ടച്ച് ചെയ്യൂല. ടച്ച് ചെയ്യുന്നത് 0 മാത്രമാണ്. ജസ്റ്റ് ഒന്ന് പതിഞ്ഞു വരുന്നു എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പതിഞ്ഞു വരികയാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഡൺ. ഇതാണ് x³. ഇനി അടുത്ത x⁵5 നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ കൂടെ പതിഞ്ഞു വന്നു. പക്ഷെ മുകളിൽ നിന്ന് താഴേക്ക് തന്നെയാണ് വരുന്നത്. x⁻ ക്രോസ് ചെയ്ത് പോവുകയാണ്. x⁻7 നോക്കൂ, അത് കൂടി. x⁻9 നോക്കൂ, പിന്നെ അത് കൂടി. ഒരിക്കലും 0 അല്ലാതെ വേറൊരു പോയിന്റിനോട് ടച്ച് ചെയ്യൂല. ഗ്യാപ്പ് ഉണ്ട് അതിനോട്. നമുക്ക് തോന്നാത്തതാണ്, സൂം ഔട്ട് ആയതുകൊണ്ട്. സൂം ചെയ്താൽ മാത്രമേ അത് കാണാൻ പറ്റൂ. ഇതാണ് ഓഡ് മൾട്ടിപ്ലിസിറ്റിയുടെ അവിടെ സംഭവിക്കുന്നത്. ഈ ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. അപ്പോ ഇതിനെ പറ്റിയിട്ടാണ് നമ്മളെ ഈ സെക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അതിനെ പറ്റിയിട്ടാണ്. ഇനി ഞാൻ ജസ്റ്റ് വേറൊരു ഫംഗ്ഷൻ x² x² - x എന്ന് എടുക്കുകയാണ്. x² - xന് സിമ്പിൾ റൂട്ട്സ് ആണുള്ളത്. x=0 x=1. നിങ്ങൾ കണ്ടാ അറിയാം, അത് x=0 x=1 ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ആ പതിയലൊന്നുമില്ല, സിമ്പിൾ റൂട്ടുകളാണ്. കണ്ട, ചിലപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിച്ചാലോ, x=r(x) ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വന്നതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ചിന്തിച്ചാലോ, സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരണമെന്നില്ല. ഇങ്ങനെ സിമ്പിൾ ആയി തൊട്ടിട്ട് പോകും. ഇങ്ങനെ ഒരു പതിഞ്ഞു പോക്കൊന്നുമില്ല. അതാണ് സത്യം പറഞ്ഞാൽ എവിടെ സംഭവിക്കുന്നത്, നമ്മുടെ സിമ്പിൾ റൂട്ടുകളിൽ സംഭവിക്കുന്ന ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ ടെക്സ്റ്റില് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റില് എന്താണ് ഇംപ്ലിക്കേഷൻ, ജിയോമെട്രിക് ഇംപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലിസിറ്റിയെ പറ്റി പറയുന്നത് ഇതാണ്. ആ ഒരു കാര്യം തന്നെയാണ് അവര് ഉദ്ദേശിക്കുന്നത്. ഫിഗറിലൂടെ അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൺ. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈവൻ മൾട്ടിപ്ലിസിറ്റി ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് റിലേറ്റീവ് മാക്സിമ റിലേറ്റീവ് മിനിമ സംഭവിക്കാൻ ഈവൻ മൾട്ടിപ്ലിസിറ്റി ആണെങ്കിൽ. പക്ഷേ ഓഡ് മൾട്ടിപ്ലിസിറ്റി, അത് സിമ്പിൾ റൂട്ട് ആയിക്കോട്ടെ, അതിനേക്കാൾ കൂടുതൽ റൂട്ട് ആയിക്കോട്ടെ, മൾട്ടിപ്ലിസിറ്റി 1 3 5 എന്തോ ആയിക്കോട്ടെ,
ആ പോയിന്റില് റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കുന്നില്ല. ആ പോയിന്റില് റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കുന്നില്ല. കാരണം കുറഞ്ഞു കുറഞ്ഞു വന്നത് വീണ്ടും കുറഞ്ഞു കുറഞ്ഞാണ് ഇരിക്കുന്നത്. കൂടി വന്നത് വീണ്ടും കൂടിയാണ് ഇരിക്കുന്നത്. ആ ഒരു പോയിന്റ് വന്നപ്പോ എന്ത് ചെയ്യാണ്, ഈ കൂടുന്നതിന്റെയും കുറയുന്നതിന്റെയും തോത് കുറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ റിലേറ്റീവ് എക്സ്ട്രീമ ഒന്നും സംഭവിക്കുന്നില്ല. ഇയാളല്ല ഈ ലൊക്കാലിറ്റിയിൽ ഏറ്റവും വലുത്, അയാളെക്കാൾ വലുത് അവിടെ ഉണ്ട്. അപ്പോ മൾട്ടിപ്ലിസിറ്റി ഈവൻ ആണെങ്കിൽ ഉറപ്പായിട്ടും റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കും. പക്ഷെ മൾട്ടിപ്ലിസിറ്റി ഓഡ് ആണെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കത്തില്ല. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് അതാണ്. നമ്മുടെ മൾട്ടിപ്ലിസിറ്റി ഈവൻ ആണെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കും. മൾട്ടിപ്ലിസിറ്റി ഓഡ് ആണെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കത്തില്ല. അതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ സംഭവിച്ചത്. കഴിഞ്ഞ ക്വസ്റ്റ്യനില് ഇവിടെ സീറോയുടെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ഈവൻ ആയിരുന്നു. അതാണ് അയാൾ ഇങ്ങനെ വന്നു. അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കാത്തത്, റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കാത്തത്. റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കാത്തത് കണ്ടോ. ഇവിടെയും ക്രോസ് ചെയ്തപ്പോഴൊക്കെ സിമ്പിൾ റൂട്ടുകളായിരുന്നു. സിമ്പിൾ റൂട്ടുകളായതുകൊണ്ടാണ് അവിടെയൊന്നും റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കാത്തത്. റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കാത്തത് അവിടെയാണ്. പക്ഷെ ഈവൻ റൂട്ട് ആണെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീമ സംഭവിക്കും. ഓക്കെ.